ബിഗ് ബോസ് സീസൺ 7 മലയാളം ഫിനാലെ അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കപ്പ് നേടി അനുമോൾ. കൺഗ്രാജുലേഷൻസ് അനുമോൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കപ്പ് നഷ്ടമായെങ്കിലും അനീഷാണ് റിയൽ വിന്നർ. കാരണം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ആരാലും അറിയപ്പെടാത്ത വെറും സാധാരണക്കാരനായ കോമണറായി വന്ന അനീഷ് സാധാരണ പ്രേക്ഷകരുടെ കയ്യടി നേടി ഗ്രാൻഡ് ഫിനാലെയിൽ അനുമോളുമായിട്ടുള്ള മത്സരത്തിൽ കട്ടയ്ക്ക് നിന്ന് അവസാന നിമിഷത്തിൽ കാലിടുകയാണ് ഉണ്ടായത്. പ്രേക്ഷകർ അനീഷ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഹി ഈസ് റിയൽ വിന്നർ. മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണ്. വന്നപ്പോൾ വളരെയേറെ പ്രേക്ഷക പ്രീതി ഉണ്ടായിരുന്ന ഷാനവാസ് ഗെയിമിലെ പാളിച്ചകൾ മൂന്നാം സ്ഥാനത്തെത്തിച്ചു. അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയ ഷാനവാസ് 4ാം സ്ഥാനം നേടിയിരിക്കുന്നത് നെവിനാണ്. അനീഷിനെ പോലെ തന്നെ പ്രേക്ഷകർ ഒട്ടും അറിയാത്ത ആളായിരുന്നു നെവിൻ. ഹൗസിൽ നെവിൻ കൊടുത്തിട്ടുള്ള എന്റർടൈൻമെന്റ് മറ്റാർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നെവിൻ മികച്ച പെർഫോമൻസോടെ 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് അക്ബർ ഖാൻ. ആദ്യകാലങ്ങളിൽ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പഴികെട്ട അക്ബർ അവസാനമായപ്പോൾ തന്റെ ഗ്രാഫ് ഉയർത്തി. ഫിനാലെ വേദിയിലേക്ക് ക്ഷണിച്ച് ആദിലയും നൂറയും മോഹൻലാൽ. ഇരുവർക്കും മോഹൻലാലിനും അനുയോജ്യമായ സമയത്ത് മോഹൻലാലിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് മോഹൻലാൽ. ഹൗസിനുള്ളിൽ ഡാൻസേഴ്സിനൊപ്പം നൃത്തമാടുന്ന മത്സരാർത്ഥികൾ. ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്ന 5 പേരോടും സംസാരിക്കുന്ന മോഹൻലാൽ. കപ്പിനുള്ള പ്രതീക്ഷകളുമായി ആ 5 പേർ. സ്റ്റേജിന് മുമ്പിലിരിക്കുന്ന ഔട്ടായിപ്പോയ മത്സരാർത്ഥികളോട് സംസാരിക്കുന്ന മോഹൻലാൽ. ബഹ്റിനിലും ദുബായിലും ഷോകൾ കിട്ടിയെന്ന് രേണുസുതി. ഉദ്ഘാടനങ്ങളുമായി തിരക്കിലാണ് അവർ. തന്റെ നെഗറ്റീവുകൾ റീ എൻട്രി കിട്ടിയപ്പോൾ തനിക്ക് പോസിറ്റീവായി എന്ന് മസ്താനി. ക്ഷമ ആട്ടി സൂപ്പിന്റെ ഫലം തരുമെന്നും മസ്താനി. ജിസയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. ജഗദീഷിന്റെ കോമഡി പരിപാടി ഉണ്ടായിരുന്നു. 5 പേരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയായിരുന്നു അടുത്തത്. ആക്ടിവിറ്റി ഏരിയയിൽ 5 പേരോടും വരാൻ പറയുന്ന ബിഗ് ബോസ്. അക്കങ്ങൾ എഴുതിയ കളങ്ങളിൽ കയറി നിൽക്കാൻ എല്ലാവരോടും പറയുന്നു. കൂട്ടിയും കുറച്ചു നോക്കുമ്പോൾ മുന്നോട്ട് പോയി പുറത്താകുന്നവർ സേവ് ആകും. പുറത്താകാതെ കളങ്ങളിൽ തുടരുന്ന ആൾ ഔട്ടായിരിക്കും. അങ്ങനെ ഔട്ടായിരിക്കുന്നു അക്ബർ ഖാൻ. അക്ബറിന്റെ മുഖത്ത് ചുമന്ന വെളിച്ചം. എല്ലാവരോടും യാത്ര ചോദിച്ചു പോകുന്ന അക്ബർ ഖാൻ. അക്ബർ അനീഷിനോട്, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. നിങ്ങൾ അതിൽ പിടിച്ചാണ് കളിച്ചത്. എങ്കിലും നിങ്ങൾ അതിൽ ഒരു ബൗണ്ടറി വെച്ചിരുന്നു. നിങ്ങൾ ആരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല. വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. ബോഡി ഷെയിം ചെയ്തിട്ടില്ല. അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഐ റെസ്പെക്ട് ഇറ്റ്. അക്ബർ ഇടറിക്കൊണ്ട് പറയുന്നു. അനീഷിന്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് പറയുന്നത്. എന്നോട് എന്താ ഒന്നും പറയാത്തതെന്ന് നെവിൻ. വല്ലവന് പുല്ലുമായുധം നീ ഇത്രനാളും എത്തിയില്ലേ എന്ന അക്ബർ. അനീഷ് അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ചു പോകുന്ന അക്ബർ. മോഹൻലാലിന്റെ അടുത്ത് ചെല്ലുന്ന അക്ബർ. 100 ദിവസം നിൽക്കാനുള്ള മനഃശക്തി എനിക്കുണ്ടായിരുന്നു എന്ന് അക്ബർ. ബിഗ് ബോസിൽ സിനിമയിലെ പോലെ വില്ലനായിരുന്നോ എന്ന് ചോദിക്കുന്ന മോഹൻലാൽ. മോഹൻലാലിനോട് യാത്ര ചോദിച്ച് ഫ്രണ്ടിൽ പോയിരിക്കുന്ന അക്ബർ. എല്ലാ ആഴ്ചയിലും വോട്ടിംഗ് ശതമാനത്തെപ്പറ്റി മോഹൻലാൽ പറയുന്നു. തനിക്കൊരു സിനിമയിൽ അവസരം കിട്ടിയെന്ന് ഷൈത്യ. ജിസേലിന്റെയും ആരിന്റെയും നൃത്താവിഷ്കാരം. അടുത്തത് ഔട്ടായിരിക്കുന്നത് നെവിനാണ്. ഒരേ സമയം ചുരുട്ടി വെച്ചിരിക്കുന്ന ബാനറുകൾ ഉയർത്തിയപ്പോൾ നെവിൻ എവിറ്റഡ്. നെവിൻ അത് കൂളായിട്ട് നേരിട്ടു. താൻ പുറത്തുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ടോപ്പ് 5-ൽ താൻ എത്തുമെന്ന്. താൻ ആ വാക്ക് വരച്ചിരിക്കുന്നു. തനിക്കത് മതി, കപ്പ് വേണ്ട. എല്ലാവരോടും യാത്ര വെച്ച് മോഹൻലാലിന്റെ അടുത്ത് എത്തുന്നു. മോഹൻലാൽ നെവിനുമായിട്ട് സംസാരിക്കുന്നു. വീഡിയോ കാണിക്കുന്നു. നെവിനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് അയക്കുന്നു. അങ്ങനെ 3 പേർ അവശേഷിച്ചിരിക്കുന്നു. ആർക്കായിരിക്കും കപ്പ് കിട്ടുക? അനീഷ്, അനുമോൾ, ഷാനവാസ്. അടുത്ത ടോപ്പ് 2-നെ നിശ്ചയിക്കുന്ന പ്രക്രിയ. 3 പേരും ഗാർഡൻ ഏരിയയിൽ വരുന്നു. 3 പേർക്കും ഓരോ ലെറ്ററുകൾ. അത് വായിക്കാൻ ബിഗ് ബോസ് പറയുന്നു. ഷാനവാസിന് കിട്ടിയതിൽ അനുമോൾ ടോപ്പ് 2-ൽ എന്ന്. അനീഷിന് കിട്ടിയത് വായിക്കാൻ പറയുന്നു. അതിൽ ഷാനവാസ് എവിറ്റഡ് എന്നെഴുതിയിരിക്കുന്നു. ഷാനവാസ് എവിറ്റായിരിക്കുന്നു. ഷാനവാസ് തന്റെ വിധി സ്വീകരിച്ചു. ഷാനവാസ് കപ്പ് പ്രതീക്ഷിച്ചിരുന്നു. ഷാനവാസിന് ഒരു സങ്കടം മുഖത്തുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ പോലും ഷാനവാസിന് ചിരി കറക്റ്റായിട്ടില്ല. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോൾ പോലും ഒരു സങ്കടമുണ്ടായിരുന്നു. എല്ലാവരോടും യാത്ര വെച്ച് പോകുന്ന ഷാനവാസ്. എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന മോഹൻലാൽ. ഏറ്റവും അധികം പ്രേക്ഷക പ്രിയതയുണ്ടായിരുന്ന ഷാനവാസ് ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്ന മോഹൻലാൽ. ടോപ്പ് 2 ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അനീഷിന്റെ ഒപ്പം ഇവിടെ വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അനീഷ് ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഷാനവാസും ഔട്ടായിരിക്കുന്നു. ഇനി 2 പേർ, അനീഷ് ആൻഡ് അനുമോൾ. ആരായിരിക്കും കപ്പ് നേടുക? ഏറ്റവും അധികം പ്രേക്ഷകപ്രീതിയുള്ള 2 പേരായിരിക്കുന്നു അനീഷും അനുമോളും. ഹൗസിനുള്ളിൽ ഇനി 2 പേർ മാത്രം. മോഹൻലാൽ ഹൗസിനുള്ളിലേക്ക് പോകാൻ തയ്യാറായി. മികച്ച പല കലാപരിപാടികളും നടക്കുന്നുണ്ട് ഫിനാലെ വേദിയിൽ. ഹൗസിനുള്ളിലേക്ക് പോകുന്ന മോഹൻലാൽ. ടെൻഷനോടെ ഇരിക്കുന്ന അനുമോളും അനീഷും. 2 പേരുടെയും നടുവിൽ മോഹൻലാൽ ഇരിക്കുന്നു. വലതുവശത്ത് അനീഷും ഇടതുവശത്ത് അനുമോളും. അവരോട് സംസാരിക്കുന്നു മോഹൻലാൽ. അവർ സംസാരിക്കുന്നു. അവരുടെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നു മോഹൻലാൽ. അവരുടെ കൈപിടിച്ച് മോഹൻലാൽ പുറത്തേക്ക്. 2 പേരോടും അവസാനമായി ഹൗസിനോട് ശുഭരാത്രി പറയാൻ മോഹൻലാൽ. അനീഷും അനുമോളും ശുഭരാത്രി പറയുന്നു. ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ മോഹൻലാൽ പറയുന്നു. ഹൗസിനുള്ളിലെ ലൈറ്റ്സുകൾ അണയുന്നു. ഫിനാലെ വേദിയിലേക്ക് അനീഷും അനുമോളും സന്തോഷത്തോടെ കടന്നു വരുന്നു. പ്രേക്ഷകരുടെ കൈയടി, കൂട്ടുകാരുടെ സന്തോഷം. അങ്ങനെ ആ സമയമായി, അവസാന നിമിഷമായി ആരാണ് കപ്പ് നേടുക? മോഹൻലാൽ അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. മോഹൻലാൽ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു. വോട്ടിങ്ങിന്റെ ഗ്രാഫ് കാണിക്കുന്നു. വോട്ടിംഗ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച്
അനുമോളുടെയും അനീഷിന്റെയും ഭാവവ്യത്യാസം, ഉദ്യോഗജനകമായ നിമിഷങ്ങൾ, സൂചി വീണാൽ കുത്തുന്ന നിശബ്ദത, പ്രാർത്ഥനയോടെ അനുമോളും അനീഷും, ലോകമുള്ള പ്രേക്ഷകരും. ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കേണ്ട എന്ന് മോഹൻലാൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മോഹൻലാൽ കൈപിടിച്ചുയർത്തി പ്രഖ്യാപിക്കുന്നു അനുമോൾ കപ്പ് നേടിയിരിക്കുന്നു. കൈപിടിച്ചുയർത്തിയപ്പോൾ ഞെട്ടിപ്പോകുന്ന അനുമോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഒരു ഞെട്ടൽ. അനീഷ് അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു. ഈ ബിഗ് ബോസിൽ പങ്കെടുക്കുക എന്റെ ഭാഗ്യമാണ്. അതിലേറെ ഭാഗ്യവും ഈ ഫിനാലെ വീക്കിൽ, ഈ ഫിനാലെ ദിവസം മോഹൻലാലിന്റെ ഒപ്പം ഇവിടെ നിൽക്കുക എന്നത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് അനീഷ്. ഹീ ഈസ് എ റിയൽ വിന്നർ. എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. മസ്താനിക്കും ലക്ഷ്മിക്കും പ്രവീണിനുമൊക്കെ ഭയങ്കര സന്തോഷം. കൈയടിക്കുന്ന ആദിലയും നൂറയും. സന്തോഷമുണ്ടോ ആർക്കറിയാം. ഒട്ടും സന്തോഷമില്ലാത്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഷൈത്യ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഇനി കാത്തിരിപ്പ്, സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പ്. അനുമോൾക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകർക്ക് സന്തോഷിക്കാം ഈ കപ്പിൽ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്ന അനുമോൾ. മോഹൻലാലിനും ലോകത്തിലെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞ് അനുമോൾ.